ഹലോ, ഹായ്, നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ പലയിടങ്ങളിലായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു യാത്ര തന്നെയാണിത്. അപ്പോൾ ആ യാത്രയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിനെ നിങ്ങളൊരു പ്രധാന ഘടകമായിട്ട് പരിഗണിക്കരുത്. നമുക്ക് മാനസികമായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലല്ല എന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നി തുടങ്ങുകയാണെങ്കിൽ, സംശയം തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിൻ്റെ സഹായം തേടുക. അത് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ്, അത് തീർച്ചയായും നമ്മൾ അങ്ങനൊരു സഹായം നേടണം. അതിന് പകരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉത്തരം തേടുകയോ അല്ലെങ്കിൽ ഗൂഗിളിനോട് ചോദിക്കുകയോ, അതുമല്ല പല പോസിറ്റീവ് സുഹൃത്തുക്കളും നമ്മളോട് പറയുന്നത് പോലെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നൊക്കെ പറയുന്ന ആ ട്രാക്ക് പിടിക്കാതെ ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിൻ്റെ സഹായം തേടുക. ഞാൻ ഈ പറയുന്ന ഒന്നിനെയും നിങ്ങൾ ആധികാരികമായി സ്വീകരിക്കേണ്ടതില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ലൈഫിലെ കഴിഞ്ഞ കുറച്ച് നാളുകൾ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളിൽ ആവശ്യമില്ലാത്തൊരു ആങ്സൈറ്റി ഉണ്ടാകുന്നു, വല്ലാത്തൊരു തളർച്ച. ഞാൻ ആദ്യം വിചാരിച്ചത് ശരീരത്തിൻ്റെയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഏതോ ഒരു പോയിന്റിൽ മൈൻഡ് ശരിയായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, എനിക്കൊരു സഹായം ആവശ്യമാണ്. അങ്ങനെ തോന്നി ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു. അവിടെ നിന്ന് തന്നെ മെഡിസിൻ തന്നു. അതിനുശേഷം ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, തെറാപ്പി സെഷൻസ് എടുക്കുക. അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രസ്റ്റ് മീ, എനിക്കൊരു വലിയ ചേഞ്ച് എൻ്റെ ലൈഫിൽ അനുഭവപ്പെട്ടു. ഒരു ചേഞ്ചിനെ ഞാൻ ഫേസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചിന്ത എനിക്ക് അതിൽ നിന്ന് കിട്ടി. എൻ്റെ അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സമയത്ത് എൻ്റെ സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചൊരു കാര്യമാണ് തെറാപ്പിയുടെ ഒരു സെഷൻ്റെ ഇടയിൽ, ഉണ്ണിയുടെ ഹോബീസ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ സിനിമ കാണും, അതാണ് എൻ്റെ മെയിൻ ഹോബി. പിന്നെ വല്ല കാലത്തും പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കേൾക്കുമായിരിക്കും. അതൊക്കെ ഒരു വലിയ ഹോബി എന്ന് പറയാനില്ല. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റിവ്യൂ ഇടില്ലേ, അതിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്നില്ലേ, അപ്പോൾ അതെങ്ങനെ നിങ്ങളുടെ ഹോബിയായിട്ട് മാറാം? ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണ്, അതൊരു ജോലി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി എത്തുന്നുണ്ട്. കാരണം ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഞാൻ എത്രയൊക്കെ നിരാകരിച്ചു കഴിഞ്ഞാലും ആ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ശീലത്തിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ അതിനൊരു ഹാബിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഹോബി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് എൻ്റെ ഹോബി? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഞാൻ മറ്റെന്തിൽ നിന്നും അകന്ന് വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബജാജിൻ്റെ അവഞ്ചർ 160 സ്ട്രീറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് നാൾ മുമ്പ് അത് വാങ്ങുന്ന സമയത്ത് വളരെ അടുത്ത് തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്യുമെന്നും അതിനുശേഷം ഞാൻ ഹിമാലയത്തിൽ ട്രിപ്പ് പോകുമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് വിവാഹം ഉണ്ടാകുന്നത്. പിന്നെ നമ്മളൊരു കുടുംബം എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ രണ്ടുപേരുടെ കുടുംബങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി അതിലൊരു വലിയ ഘടകമായിട്ട് വരുമല്ലോ. അപ്പോൾ പലതരത്തിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്തായാലും അത് സിറ്റി ഡ്രൈവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു വണ്ടിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എറണാകുളത്ത് വെച്ച് ഇപ്പോൾ വണ്ടി വാങ്ങിച്ചിട്ടൊരു 4-5 വർഷമായി. അപ്പോൾ എൻ്റെ സുഹൃത്ത് രഞ്ജു, ഞങ്ങൾ +2 ഒക്കെ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അവൻ എഞ്ചിനീയറിങ്, അത് കഴിഞ്ഞ് ബൈജൂസിൽ ജോലി കയറി, വലിയൊരു പോസ്റ്റായിരുന്നു. അപ്പോൾ അവൻ ആ ജോലിയിൽ നിന്നൊക്കെ ഇറങ്ങി അവനൊരു ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനിടയിൽ അവനിങ്ങനെ ചോദിച്ചു, വിടാൻ നമുക്കൊരു ട്രിപ്പ് പോയാലോ? അപ്പോൾ അവൻ്റെ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 400X ആണ്. ഞാൻ പറഞ്ഞടാ, അങ്ങനെ നമുക്ക് പിടിച്ചു പോകാനൊന്നും പറ്റില്ല, നീ പയ്യെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ അതിനെന്താ കുഴപ്പം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. എറണാകുളത്ത് നേരെ ഏഴാറ്റുമുഖം, അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി, കോയമ്പത്തൂർ, അവിടെ നിന്ന് പാലക്കാട് കയറി അങ്ങനെ തിരിച്ച് എറണാകുളത്തേക്ക്. ഇതായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണല്ലോ. ഞാനും ലോങ് ഒക്കെ പോയിട്ട് കുറേ ബൈക്കെടുത്ത് ആകെ പോകുന്ന ലോങ് ഡ്രൈവ് എന്ന് പറയുന്നത് എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്കും ജോലി ഉണ്ടായിരുന്ന സമയത്ത് യാത്ര ചെയ്യുന്നത് മാത്രമാണ്. വല്ല കാലത്തൊക്കെയുള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര പോകാമെന്ന് പറഞ്ഞു. വെളുപ്പിന് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. സാധാരണ ഒരു 9 മണി 10 മണിയായാലും പിന്നെയും ഉറങ്ങാൻ ബാക്കിയുണ്ടല്ലോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വെളുപ്പിന് 4 മണിക്ക് അലാറം അടിക്കുന്നതിന് മുമ്പ് എണീറ്റ് ഞാൻ അലാറം ഓഫ് ചെയ്തു. ഞാൻ റെഡിയായി നേരെ എടപ്പള്ളിയിലേക്ക് ചെന്നു. അപ്പം ആലുവ വഴിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൻ വരുന്നതും പാലാരിവട്ടം സൈഡിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എടപ്പള്ളിയിൽ വെച്ച് മീറ്റ് ചെയ്യാം. അങ്ങനെ എടപ്പള്ളിയിൽ നമ്മൾ ആലുവയ്ക്ക് തിരിയുന്ന ആ സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ആ പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് എന്തായാലും ഒരു വെറൈറ്റി, ഒരു എക്സ്പീരിയൻസ് കിട്ടണം. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ സുഹൃത്ത് അവിടെ എത്തി. പിന്നെ പ്രത്യേകിച്ച് കഥ പറച്ചിലൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്ലാനൊന്നും ചെയ്യാനില്ല. അവൻ്റെ പുറകെ പോവുക. എനിക്കങ്ങനെ ഈ പറയുന്ന റൂട്ട്, ഞാൻ എറണാകുളത്ത് എൻ്റെ ഒരു 4ാം ക്ലാസ് മുതലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അതിരപ്പള്ളി പോയിട്ടുള്ളത് ആകെ ഒരു പ്രാവശ്യമോ മറ്റോ ആണ്. നമ്മൾ +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ട്രിപ്പൊന്നും പോകാൻ പറ്റിയിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു അവധി ദിവസം കിട്ടുകയാണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലി എവിടെയെങ്കിലും സംഘടിപ്പിക്കുക, അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുക, ഇതൊക്കെ ആലോചിച്ചിട്ടുള്ളൂ. യാത്രകൾ ആഗ്രഹം ഇങ്ങനെ കൊടികുത്തി ഉള്ളിലുണ്ടെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവൻ്റെ പുറകെ പോകുക എന്നുള്ളതാണ്
അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര അഭിമാനമായിരുന്നു. ഞാനൊരു ബൈക്ക് ട്രിപ്പ് പോവാണ്, ഒരു ബൈക്ക് റൈഡ് പോവാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം. അങ്ങനെ ഞങ്ങൾ ആലുവ വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി കഴിഞ്ഞിട്ടൊരു ടേൺ എടുത്തു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് അതിൻ്റെ എക്സാക്റ്റ് ഒരു പേര് പറഞ്ഞു തരാൻ അറിയില്ല. പിന്നെ മൊത്തത്തിൽ വഴി ഇരുട്ടും കൂടിയായിരുന്നു. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ള വിഷ്വൽസ് ആണ് ഇടാൻ സാധിക്കുക എന്നുള്ളൊരു ധാരണയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഗോപ്രോയിൽ 256 GB ഒരു മെമ്മറി കാർഡ് കിടപ്പുണ്ട്. പിന്നെ പോക്കറ്റിൽ ഒരു 128 GB ഉണ്ട്. കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു ആംഗിളിൽ പോവാണ്. അങ്ങനെ ഞങ്ങൾ അങ്കമാലി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വളവ് ഉണ്ടായിരുന്നു. ആ വളവ് കയറി കുറച്ച് ദൂരം നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി. സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടം തൊട്ട് പിന്നെ നമ്മൾ ഏഴാറ്റുമുഖം ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് വരെ ക്യാമറ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും ഇരുട്ടാണ്, നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു ധാരണയുള്ളത് കൊണ്ടുമാണ് അതങ്ങനെ ചെയ്തത്. ഇതിനിടയിൽ ഞാനൊരു പ്രാവശ്യം ബൈക്കിൽ നിന്ന് വീണു. ഒരു വളവ് തിരിഞ്ഞൊരു ഇറക്കമായിരുന്നു. അവൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്ക്രാംബ്ലറാണ്, അത്യാവശ്യം ഓഫ് റോഡിൽ പെർഫോം ചെയ്യുന്ന വണ്ടിയുമാണ്. അവൻ നല്ല ട്രെയിൻഡുമാണ്. അപ്പോൾ പെട്ടെന്ന് റോഡിങ്ങനെ പൊളിഞ്ഞ് കിടക്കുക ആ ഇറക്കത്തിൽ. എൻ്റെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ വണ്ടി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ അതിന് ബ്രേക്ക് എന്ന് പറയാനുള്ളൂ, ബാക്ക് ബ്രേക്ക് അത്രയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ട്രെയിൻഡോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരം പോയി ശീലമുള്ള ആളൊന്നുമല്ല. കാര്യം സേഫ്റ്റി ഗിയറിനെ കുറിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കാനുള്ള വിവരം എനിക്കുണ്ടെങ്കിലും അന്നത്തെ ട്രിപ്പിൽ ഹെൽമെറ്റ് മാത്രമാണ് എൻ്റെ സേഫ്റ്റി ആക്സസറി എന്ന് പറയുന്നത്. ഒരു സാധാരണ ഷൂവും ജീൻസും പിന്നെ ഒരു ചെറിയ ജാക്കറ്റുമാണ് ഉണ്ടായിരുന്നത്. ജാക്കറ്റ് എന്ന് വെച്ചാൽ മോട്ടോർ റൈഡിങ് ജാക്കറ്റൊന്നുമല്ല. അപ്പോൾ എൻ്റെ കൈയുടെ പെയിൻറ്റ് പോയി ആ തെന്നി വീഴലിൽ. പിന്നെ കാലിൻ്റെ മുട്ടൊന്ന് വേദനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നീടും കുറേ കഴിഞ്ഞ് റൈഡിൻ്റെ ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വണ്ടി വല്ലാതെ പാളുന്നുണ്ട്. അവസാനം ഞാൻ ഞെട്ടലോടെ ആ വസ്തുത മനസ്സിലാക്കി. എൻ്റെ ബാക്ക് ടയർ എന്ന് പറയുന്നത് തേഞ്ഞ് തീർന്നിരിക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് സേഫായിട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയിലേക്കൊക്കെ എത്തി. ബട്ട് സ്റ്റിൽ നമ്മൾ കാടിനുള്ളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മാർഗ്ഗമാണുള്ളത്? അങ്ങനെ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് ഞങ്ങൾ താണ്ടി. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞു ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് ആളുകളെ ഈ സൈഡിൽ കൂടി ഇപ്പോൾ ഓടിച്ചതേ ഉള്ളൂ, അപ്പം ആനയുടെ അടുത്ത് സർക്കസ് കാണിക്കാൻ പോരുമോ എന്നൊക്കെ. പോകുന്ന വഴിയിൽ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എവിടെയെങ്കിലും ആനയൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ. വളരെ മനോഹരമായിട്ടുള്ള എന്ന് വെച്ചാൽ രാവിലെ ഒരു 6-7 മണി സമയത്തുള്ള ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രം അതൊരു ഭയങ്കര സംഭവമാണ്. തൊട്ടടുത്ത് ചാലക്കുടി പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാലാവസ്ഥ, നല്ല തണുപ്പ്. അതായത് ജീൻസൊക്കെ ഇട്ടിട്ട് ആ ജീൻസിനകത്തേക്ക് ഈ കുളിര് കയറി വരുന്നൊരു പ്രത്യേക ഫീലുണ്ട് മാൻ. അത് നമ്മളെ ഹീൽ ചെയ്യുന്നത് വേറെ ലെവലിലാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അതിങ്ങനെ കണ്ട് ആ പ്രഭാതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മുഖമൊക്കെ കണ്ട് നമ്മൾ ഹെഡ്ലൈറ്റൊക്കെ ഓഫ് ചെയ്യേണ്ട ഒരു സമയമായി തുടങ്ങി. അപ്പോൾ ആ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. അവിടെ എവിടെയോ ആനയെ കണ്ടു എന്നൊക്കെ ഉള്ളത്. പിന്നീട് കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രഞ്ജു എന്നോട് പറഞ്ഞു, എടാ നമ്മൾ വന്ന വഴിയിലൊരു ആന നിൽപ്പുണ്ടായിരുന്നു. റോഡ് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിലും സംഭവം നല്ല രസമാണ്. അവിടുത്തെ പ്രദേശവാസികളായ ആളുകളെ കണ്ടു. കാര്യം ചില വിഷ്വൽസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൻ എണീറ്റ് നിന്ന് സ്ക്രാംബ്ലർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അവിടെയൊക്കെയാണ് നമുക്ക് ശരിക്കും അസൂയ തോന്നിപ്പോകുന്നത്. കുണ്ടും കുഴിയൊന്നും അവനൊരു വിഷയമേ അല്ല. അപ്പോൾ പ്രദേശവാസികൾ, അവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് നമുക്ക് അവരോട് അസൂയ തോന്നിപ്പോകും. ഈ പ്രഭാതമൊക്കെ കണ്ടുണരാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അവർക്കറിയാം അവരുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ മാസ്മരികമാണ് ഞാൻ. ഈ വിഷ്വൽസിൽ വീണു പോകാത്ത ഒരാളില്ല. നിങ്ങളുടെ ഈ ജീവിതം എടുത്തു എന്നൊക്കെ തോന്നിയിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലല്ലോ, അവരെ പിടിച്ച് പുറകിലിരുത്തിയിട്ട് ഈ വഴി പോകണം. അതും ബൈക്കിൽ പോകണേ. കാറിൽ പോയി കഴിഞ്ഞാൽ സുഖം കിട്ടുമെന്ന് എനിക്കറിയില്ല. ബൈക്കിൽ പോയിട്ട് ഈ സ്ഥലമൊക്കെ എത്തുമ്പോൾ അവരോട് ഹെൽമെറ്റ് മാറ്റിയിട്ട് ഒന്ന് മുന്നോട്ട്, ഹെൽമെറ്റ് ഊരാനല്ല, അതിൻ്റെ വൈസറൊക്കെ മാറ്റിയിട്ട് ഒന്ന് മുന്നോട്ട് നോക്കാൻ പറയണം. എത്ര മനോഹരമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ ഏഴാറ്റുമുഖം കഴിഞ്ഞ് നമ്മളിങ്ങനെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ വണ്ടിയിൽ എനിക്ക് ആക്ച്വലി നല്ല അസൂയ തോന്നുന്നുണ്ട്, ഒരു ഷോ ഓഫ് പരിപാടിയൊക്കെ പോലെ. പക്ഷെ അവൻ വളരെ നീറ്റായിട്ട് എൻ്റെ സ്പീഡ് എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് നല്ലോണം ബാലൻസ് ചെയ്ത്, അങ്ങനെ ഒരു കൂട്ടുകാരനെ നമ്മൾ ഓടുമ്പോഴേ നമ്മുടെ പേസ് മനസ്സിലാക്കി നമ്മളെയും കൂടി കൊണ്ടുപോകാൻ പറ്റുന്നൊരു കൂട്ടുകാരനുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെ മുന്നോട്ട് പോയി ഒരു പാലം എത്തിയപ്പം അവൻ പതുക്കെ വണ്ടി ഒതുക്കി. ഇതൊരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണെന്ന് പറയണം. ഇവിടെ നിന്ന് നമ്മൾ ഈ പാലത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന കാഴ്ച, ആ ഒരു ആംബിയൻസ്, അവിടുത്തെ ഒരു കാലാവസ്ഥ, ഇതൊക്കെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്.
ഞങ്ങളവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും വേറെയും കുറേ ആളുകളുണ്ട് ഓൾറെഡി ഈ വിഷ്വലൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. അവർ ഈ പറയുന്ന പോലെ അതിരപ്പള്ളി വാഴച്ചാൽ ഒരു യാത്രയൊക്കെ ആയിരിക്കണം. ഞങ്ങളുടെ യാത്ര അതിരപ്പള്ളി വാഴച്ചാലിൽ ഒതുങ്ങുന്നതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടുള്ള വളവുകളിലാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ വണ്ടിയുടെ ബാക്ക് ടയറിന് ഗ്രിപ്പില്ലാന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രിപ്പ് ഏകദേശം ഒരു പകുതി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ദൂരം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ സ്കിഡാവുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. സ്കിഡാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അറിയാലോ, ഞാനങ്ങനെ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ റൈഡ് കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും ഞാൻ ഓഫ് റോഡിങ് കോഴ്സിന് ചേരാൻ പോവുകയാണ്. ബൈക്ക് റൈഡിങ് നല്ലോണം പഠിക്കണം, നല്ലൊരു ബൈക്കിലേക്ക് മാറണം. ഈ ചാനൽ മോണിറ്റൈസേഷനൊക്കെ എനേബിൾ ആവുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക കേട്ടോ. ആൻഡ് കൂടുതൽ ഇതുപോലെ ട്രാവൽ വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് ഓഫ് റോഡിങ് പരിപാടികളും അധികം ആളുകൾ എപ്പോഴും കാണാൻ സാധ്യതയില്ലാത്ത വിഷ്വൽസൊക്കെ മാക്സിമം ക്വാളിറ്റിയിൽ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മോട്ടോ വ്ളോഗിങ് ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹെൽമെറ്റിൽ മൈക്കൊക്കെ വെച്ച് ഹെൽമെറ്റിൽ തന്നെ ഗോപ്രോ ഒക്കെ കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കുറവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി ഗിയറിൻ്റെ അഭാവവും, ഇതിനൊന്നും പോരാതെ നമ്മുടെ RTOയുടെ കുറേ നിയമങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം ബൈക്കിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ക്യാമറയിലെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയേ ഞങ്ങൾ മുന്നോട്ട് പോയി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഒരു ഗ്രാമത്തിൻ്റെ തന്നെ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഓരോ മീറ്ററിലും ഒരു സുഖം, ഒരു മനസ്സുഖം എന്ന് പറയുന്ന പോലത്തെ ഒരു യാത്രയാണിത്. ശരിക്കും ഈ വിഷ്വൽ മുഴുവൻ ഞാനൊരു ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 5.25 മണിക്കൂറുള്ള വീഡിയോ ആയിട്ട്. അതിൽ ഈ പറയുന്ന കഥാപ്രസംഗമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഈ വീഡിയോ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, ഇടയിലുള്ള വർത്തമാനം പറച്ചിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് 5.25 മണിക്കൂറിൻ്റെ കോണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടായിട്ടും വളരെ കുറച്ച് തവണ മാത്രം പോയിട്ടുള്ള അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ്. അതിരപ്പള്ളി വാട്ടർഫോളൊക്കെ പോകേണ്ട വഴി അപ്പുറത്ത് കിടപ്പുണ്ട്. പക്ഷേ ആ വഴി ഞങ്ങൾ കയറുന്നില്ല. നമ്മുടെ ലക്ഷ്യം നേരെ മലക്കപ്പാറ ആയതുകൊണ്ട്, അവിടുന്ന് വാൽപ്പാറയൊക്കെ കയറി പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ തന്നെ വിട്ടടിച്ച് പോവുകയാണ്. സാധാരണ സഞ്ചാരികൾ ഒരുപാടുള്ളത് കൊണ്ട് തുറന്നിരിക്കുന്ന ഒരുപാട് കടകളൊക്കെയാണത്. പക്ഷേ ഇന്നിപ്പോൾ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തണുപ്പുണ്ട്. അതിനോടൊപ്പം ആൾക്കാരൊക്കെ വന്നു തുടങ്ങേണ്ട സമയമായതുകൊണ്ടായിരിക്കും കടകളൊക്കെ ഇപ്പോഴും ക്ലോസ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാഴ്ചയാണ് മാൻ. ഇവിടെയൊക്കെയാണ് നമ്മളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. മറ്റേ 96 വിജയ് സേതുപതിയുടെ ഒരു പാട്ടില്ലേ, ആ പാട്ടും കൂടി കേട്ടുകൊണ്ട് ഈ വിഷ്വൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അൺഎഡിറ്റ് വീഡിയോ ക്ലിപ്പ് കിടപ്പുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ ആ പാട്ടും കൂടി വെച്ചിട്ടൊന്ന് കേട്ട് നോക്കൂ. അത് വല്ലാത്തൊരു അനുഭവമാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ മരങ്ങളും ചെടികളും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുന്നത്. അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഞങ്ങൾ അങ്ങനെ അതിരപ്പള്ളി റൂട്ട് കയറി നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചെക്ക് പോസ്റ്റിലും നമ്മുടെ പേരും ഡീറ്റെയിലും ഒക്കെ കൊടുക്കേണ്ടതാണ്. വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണിത്. അപ്പോൾ ഇവിടം വരെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് അത്യാവശ്യം വിശപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ആഹാരം കഴിക്കണം. അപ്പോൾ രഞ്ജു കൊണ്ടുവന്ന് വണ്ടി നിർത്തി. എനിക്കറിയില്ല ഈ ചെക്ക് പോസ്റ്റിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. കാരണം ഞാൻ ഇങ്ങനൊരു യാത്ര പോയിട്ടേ ഇല്ല. ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ചെക്ക് പോസ്റ്റുകൾ ഡീൽ ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ പോലും അവനാണ് കൂടുതൽ കാര്യങ്ങൾ ഡീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പേരും ഡീറ്റെയിലും ഒക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാരനോട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട്, എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചെന്ന് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്ന കുറച്ച് ഹോട്ടൽസ് ഉണ്ട്, അവിടെ നിന്ന് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കടകൾ ഉണ്ടാവില്ല എന്ന്. അതത്ര നല്ല സ്റ്റേറ്റ്മെൻറ്റായി എനിക്ക് തോന്നിയില്ല. കാരണം ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ആവറേജ് ഭക്ഷണമായിരുന്നു, അങ്ങനെ ഭയങ്കര ഭക്ഷണമൊന്നും പറയാനില്ല. ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ്
വേറെയും കടകൾ തുറന്നിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഇവിടുത്തെ ഭക്ഷണം വലിയ തിരക്കേടില്ലാത്ത ഫുഡും പരിപാടിയൊക്കെ ആയിരുന്നു. എന്തായാലും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും നല്ല വനാന്തര യാത്ര. എന്തൊരു മനോഹാരിത എന്ന് പറയുന്ന പോലെ പ്രകൃതി പച്ചപ്പണിഞ്ഞ് നമ്മളിങ്ങനെ വെൽക്കം ചെയ്യാണ്. ആക്ച്വലി ഇതിനകത്തൊക്കെ നമ്മൾ മാഞ്ഞു പോവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു തോന്നിപ്പോകും. കാരണം ഈ യാത്ര തുടങ്ങി ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്കിങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്നും കുറേ പരിപാടികൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടെന്നുള്ളതും ഒക്കെ വിട്ടിട്ട് വേറെ തന്നെ ഒരു വൈബായി, വേറൊരു മൂഡിലായി എന്ന് പറയുന്ന പോലെ എനിക്കിവിടുത്തെ യാത്രയും ഞാൻ ഓടിക്കുന്ന ബൈക്കിൻ്റെ സ്റ്റെബിലിറ്റിയും ഞാൻ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പിന്നെ അവൻ ഉണ്ട് കൂടെ, അപ്പം അവൻ്റെയും വണ്ടി അതിങ്ങനെ ഇടയ്ക്ക് നോക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. ആക്ച്വലി ഇതൊക്കെ തന്നെയല്ലേ യോഗയും മെഡിറ്റേഷനൊക്കെ നമ്മളോട് പറയുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറയില്ലേ, അങ്ങനെ ആ മൊമെൻ്റ് എൻജോയ് ചെയ്ത് പോവായിരുന്നു. ആക്ച്വലി ഞാൻ മോട്ടോ വ്ളോഗ് ചെയ്യാഞ്ഞത് നന്നായി എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഈ ക്യാമറ ഇങ്ങനെ റെക്കോർഡിങ്ങിലുണ്ട് എന്നുള്ളത് റെക്കോർഡ് ഇട്ടിട്ട് ഞാൻ വിട്ടുകളഞ്ഞു. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാനിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ക്യാമറ ഓഫ് ആവുകയാണെങ്കിൽ നോക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈൻ. കാര്യം അങ്ങനെ തന്നെ പോകണമായിരുന്നു. അത്രയും മനോഹരമായിരുന്നു ഈ യാത്ര. ഇനി അങ്ങോട്ട് എത്രയോ കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴാണ് നമ്മൾ മറ്റൊരു ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നത്. ആ ചെക്ക് പോസ്റ്റിൽ ഇത്ര സമയത്തിനുള്ളിൽ എത്തണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എത്താതിരിക്കുകയോ തിരിച്ചു വരാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ക്യാമ്പ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അല്ലാതെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും. നമ്മുടെയൊക്കെ സേഫ്റ്റി മുന്നിൽ കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ധാരണയുള്ളതുകൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ എത്തണം എന്ന് പറഞ്ഞു. പതിയെ അത്യാവശ്യം കയറ്റിറക്കങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ, കയറ്റിറക്കങ്ങൾ എന്നും പറയണമെന്നില്ല, കയറ്റങ്ങൾ തുടങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി പവറുള്ള ഒരു ബൈക്ക് വേണം എന്നുള്ളത്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ ഒരുപാട് ട്രിപ്പൊക്കെ പോയിട്ടുള്ള ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ എൻജിൻ, ഇറ്റ്സ് ദ വൺ ഹൂ റൈഡ് ഇറ്റ്. അതാണ് ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ബൈക്ക് അങ്ങനെ വൻ ബൈക്കൊന്നും ആവണമെന്നില്ല. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണ സ്കൂട്ടറിലും എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുമെന്നുള്ളത് ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ കയറ്റങ്ങളൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി പുള്ളിങ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. 160cc ബൈക്കിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. എൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. റോഡുകൾ പല തരത്തിലായി മാറുന്നുണ്ടായിരുന്നു, പല തലത്തിൽ മാറുന്നുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ബൈക്കിങ്ങനെ മാക്സിമം ഇങ്ങനെ പരമാവധി എൻ്റെ ബൈക്കിനെ കൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെ ചരിച്ച് ഓടിക്കുമ്പോൾ അതൊരു രസമുള്ള പരിപാടിയാണ്. എൻ്റെ ഓപ്പോസിറ്റ് വലിയ വണ്ടികൾ വരാനില്ല എന്നുള്ളൊരു ധാരണ കൂടി അവിടെ ഉണ്ട്. ഞാൻ അൺകട്ട് വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതായത് എല്ലാ നല്ല വിഷ്വൽസും ഉൾപ്പെടുത്താൻ. പക്ഷേ ഇങ്ങനൊരു ക്രോപ്പായിട്ടുള്ള വീഡിയോ, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് സ്കിപ്പായി പോകുമോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ചില സ്ഥലത്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വളവ് തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ആന നിൽക്കുന്നു, അതിൻ്റെ ഒരു പാനിക്കാവൽ. ആക്ച്വലി അത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല സംഭവിച്ചു കഴിയുമ്പോൾ. പക്ഷേ അതെങ്ങനെയായിരിക്കും? ഞാൻ അവനോട് ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു ആനയെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണോ, ഓടണോ? അത് ആന നിൽക്കുന്ന സൈഡിൽ കൂടി റോഡിൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെയും കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ രസകരമായ ചിന്തകളൊക്കെ ആയിട്ട് നമ്മളായിരിക്കുന്ന മൊമെൻറ്റിലുള്ളൊരു യാത്രയൊക്കെയാണ്. എന്തായാലും കുറച്ചും കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി, ഒരു പാലവും അതിലൂടെ ഒഴുകുന്ന വെള്ളവും കാര്യമൊക്കെ ഉണ്ട്. അവിടെ 2 പേര്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അവിടെ വെച്ചിട്ട് അവൻ പാലക്കയം തട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. സത്യത്തിൽ അസൂയ കൂടുകയാണ് ഉണ്ടായത്, അങ്ങനെയുള്ള കോൺവെർസേഷൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്നു. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം രസമുള്ള ഒരു വ്യൂ പോയിൻ്റ്. അവിടെ വേറെയും കുറച്ച് ആളുകൾ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും അവിടെ നിർത്താൻ തീരുമാനിച്ചു. ഞങ്ങളവിടെ നിർത്തുന്ന സമയത്താകെ ഒരു വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് നല്ല വിശാലമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചപ്പോഴേക്കും കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് വേറെയും കുറേ ആളുകൾ വന്നു. പക്ഷേ വിഷ്വൽസ് നല്ല രസമായിരുന്നു. ഞാൻ ഫോണിലും ഒരു വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തി.
അവിടെ അപ്പോഴേക്കും ഒരു ഹിമാലയൻ ഓടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു ടീമുണ്ടായിരുന്നു, ഹിമാലയൻ 450. അപ്പോൾ അവരോടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ആക്ച്വലി ആ ബൈക്കിനെ ഞാൻ ശ്രദ്ധിക്കുന്നത്. കാര്യം എനിക്കൊരു ബൈക്ക് ഉണ്ടല്ലോ, ഇനി എന്തിനാണ് വേറെ ബൈക്ക്, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ നോളജ് വളരെ കുറവാണ്. അങ്ങനെ ആ ബൈക്ക് കണ്ടു, നല്ല രസമുണ്ട്, കാണാനും നല്ല രസമുണ്ട്. ആൻഡ് അവർ ഈ ഹിമാലയൻ 450 ഉള്ള ടീം എന്നെ ഓവർടേക്ക് ചെയ്ത് പോയൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് സത്യം പറഞ്ഞാൽ അയാൾ ഓടിക്കുന്ന കോൺഫിഡൻസ് കണ്ടിട്ട് എനിക്ക് വല്ലാണ്ട് കൊതിയായിപ്പോയി. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, ഞാൻ എന്തായാലും വണ്ടി ഓടിക്കുന്നത്, 2 വീലർ ഓടിക്കുന്നത് ഒന്ന് പഠിച്ചിട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം സ്കിഡാവുന്ന സമയത്താണെങ്കിലും പെട്ടെന്നൊരു ഒരു ഹഡിൽ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ എങ്ങനെ അത് ചാടിക്കിടക്കാം എന്നുള്ളതും ഒന്ന് ട്രെയിൻഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ റൈഡ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോയി വേറെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ റോഡുകൾക്കൊക്കെ ഒരു വല്ലാത്ത വളവ്, അതായത് കുറച്ച് ഒരു ഭീകരത ഫീൽ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളവ് വല്ലാത്ത വളവാണ്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ കുറച്ച് സ്പീഡിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളുണ്ടായിരുന്നു. പിന്നെ അല്ലാതെയുള്ള ഈ സ്ഥിരം പോകലുകാരൊക്കെ ആയിരിക്കും, അവർക്ക് വഴി നല്ലോണം അറിയാവുന്നതുകൊണ്ട് അവർ നല്ല സ്പീഡിലാണ് വരുന്നത്. പക്ഷെ അത് എന്നെ വല്ലാണ്ട് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ടിൽ പോകുമായിരുന്ന കാറിൻ്റെ ഗ്ലാസ്സിൽ തട്ടി ഈ വെയിൽ നല്ല ശക്തിയായിട്ട് കണ്ണിലേക്ക് അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് എനിക്ക് നല്ല റിസ്ക്കി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ പോലും ഞാൻ പറയുന്നത്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുക എന്ന് പറയില്ലേ, അതൊരു രസമുള്ള കാര്യമാണ്. ഇടയ്ക്ക് മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന റോഡുകളുണ്ട്, ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുണ്ട്, ചിലപ്പോൾ നല്ല സുഖീയമായ റോഡുകൾ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന പോലെ. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ റോഡ് മുഴുവൻ തരികിട തകജണു എന്ന് പറയുന്ന പോലെ വല്ലാത്തൊരവസ്ഥയിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ബൈക്കിൻ്റെ കണ്ടീഷനിൽ ശരിക്കും പേടി തോന്നി തുടങ്ങിയത്. കാരണം അങ്ങനത്തെ റോഡുകളിൽ മുമ്പ് ഞാൻ ഓടിച്ചിട്ടുള്ളപ്പോഴൊന്നും വണ്ടി സ്കിഡായിട്ടില്ല, പക്ഷേ ഇത് വണ്ടി എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങനെയാണ് എൻ്റെ ബാക്കിലത്തെ ടയർ ഒരു ബൈക്ക് ഓണറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഓൾറെഡി സ്പീഡിൽ പോയാൽ ബ്രേക്ക് പിടിക്കുമ്പോൾ സ്കിഡാവുന്നുണ്ടെന്ന് പറയുന്ന ചിന്തയും അതിൻ്റെ കൂടെ റോഡിൻ്റെ അവസ്ഥയും എല്ലാം കൊണ്ടും അത്യാവശ്യം ടെൻഷൻ അടിച്ചാണ് പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ റൈഡ് ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ച് ഞങ്ങളൊരു സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അവിടെ കയറി ഒരു കട്ടൻ ചായയും ഓംലെറ്റും ഒക്കെ കഴിച്ച് എനിക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു എന്നെനിക്കറിയില്ല, പക്ഷേ ആ കടയിലുണ്ടായിരുന്ന ഈ വേദനയ്ക്ക് പുരട്ടുന്ന എണ്ണയുണ്ടല്ലോ, അത് ഞാൻ വാങ്ങിച്ചു. ട്രിപ്പ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കതിൻ്റെ നല്ല ഉപയോഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് വഴിയേ പറയാം. കാരണം ഇനി 2 ആക്സിഡൻറ്റുകൾ കൂടി എന്നെ ഈ യാത്രയിൽ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ എണ്ണയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവരവിടുന്ന് പറഞ്ഞു, കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് അതിർത്തി തുടങ്ങും, അത് കഴിഞ്ഞാൽ പിന്നെ റോഡ് സൂപ്പറാണ്, അതുവരെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇച്ചിരി അല്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു റോഡിൻ്റെ അവസ്ഥ. അപ്പോൾ പോലും എൻ്റെ മുമ്പിൽ പോകുന്ന സ്ക്രാമ്പിളറിൻ്റെ ആ ഒരു കംഫർട്ടും അത് അവന് ഓടിക്കുമ്പോഴുള്ള കോൺഫിഡൻസും എന്നെ വീണ്ടും അസൂയപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോയിട്ട് നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയാണ്. യെസ്, മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്. മലക്കിപ്പാറ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. മലക്കപ്പാറ എന്നാണ് പൊതുവേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. എൻ്റെയും ഒരു ചെറിയ അറിവ് അതാണ്. എന്തായാലും അവിടെയും നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അവിടുന്ന് പതുക്കെ പുറപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് പോയി വീണ്ടും റോഡിൻ്റെ അവസ്ഥ പരിതാപകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരമല്ല, പരീക്ഷണാത്മകം എന്ന് വേണം പറയാൻ. അത്രയും ശോക അവസ്ഥയിലായിരുന്നു റോഡ്. ബട്ട് സ്റ്റിൽ ഐ വാസ് എൻജോയിങ് ദ റൈഡ്. കാരണം വിഷ്വൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. എത്ര സുന്ദരമാണ് പ്രകൃതി എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലെ അടിപൊളി പരിപാടി. എന്തായാലും അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡും അത് നൽകുന്ന കഷ്ടപ്പാടുകളും ഒക്കെ ചാടിക്കടന്ന്, ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര പിന്നെയും തുടർന്ന് അത്യാവശ്യം നല്ല റോഡിലേക്ക് എത്തി. അപ്പോൾ അവൻ എന്നോട് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി അങ്ങോട്ട് റോഡ് നല്ല രസമുള്ള റോഡായിരിക്കും എന്നുള്ളത്. അത്യാവശ്യം രസമുള്ള റോഡ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങി, ചെറിയ തിരക്ക് തുടങ്ങി. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അവസ്ഥയായിരുന്നില്ല പിന്നീട് അങ്ങോട്ട്. അത് കഴിഞ്ഞ് ഷോളയാർ ഡാം എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. ഡാമിനവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തു. കുറച്ചധികം റെസ്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ഒരു മണിക്കൂറിന് മുകളിലെങ്കിലും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഇങ്ങനെ ഡാമൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് അവൻ്റെ ഫോണിൽ റേഞ്ച് ഇല്ല. എൻ്റെ ഫോണിൽ അപ്രതീക്ഷിതമായി അതിലിട്ടിരുന്ന ജിയോ സിമ്മിന്
ഒരു കാര്യമില്ലാതെ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൻ എന്തൊക്കെയോ ഒഫീഷ്യൽ കോളൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ കോള് അവൻ എൻ്റെ ഫോണിലേക്ക് ആക്കിയിട്ട് അതിൽ നിന്ന് അവൻ വിളിച്ചു. ഇപ്പോൾ എൻ്റെ ഫോണാണ് പിന്നെ കുറേ നേരത്തേക്ക് അവൻ്റെ ഫോണായിട്ട് മാറിയത്. അവനിങ്ങനെ വീട്ടുകാരോടും അതുപോലെ ഒഫീഷ്യൽ കോളും ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്നു. ഞാൻ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് നമ്മുടെ യൂക്കാലി മരമാണെന്ന് തോന്നുന്നു, അതിൻ്റെ മരക്കഷ്ണങ്ങളൊക്കെ ചുരണ്ടിയെടുത്ത് ഒരു കാര്യമില്ലാതെ എൻ്റെ ബാഗിൽ വെച്ചു. ഒരു കാര്യമില്ലാതെന്നല്ല, എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നി. പിന്നെ അവിടെ നിന്നുള്ള ഇലയുടെ സാമ്പിളൊക്കെ അതിപ്പോഴും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നല്ലോണം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര വീണ്ടും ആരംഭിച്ചു ഷോളയാർ ഡാമിൽ നിന്ന്. പിന്നീട് അങ്ങോട്ട് അത്ര രസമുള്ള കാഴ്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഒരു പെർട്ടിക്കുലർ ദൂരം കഴിഞ്ഞപ്പോൾ, കുറച്ചും കൂടി സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വെയിൽ വന്നു തുടങ്ങുന്നുണ്ട്. അതിനോടൊപ്പം ആകാശത്തിൻ്റെ നിറം, മേഘത്തിൻ്റെ നിറം, പിന്നെ ഈ താഴ്വരയുടെ ഭംഗി എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ല. അപ്പോഴേക്കും ഒരുപാട് യാത്രക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടുമായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. റോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഞങ്ങൾ പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന പോലെ വിജനമായ റോഡുകളല്ല, അത്യാവശ്യം തിരക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഒരു സമയം കഴിഞ്ഞപ്പോൾ വെള്ളം വാങ്ങിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വെള്ളം വാങ്ങിച്ചു. ഒരു കുപ്പി വെള്ളവും കുടിച്ചു. പിന്നെയും യാത്ര. ആക്ച്വലി ഈ യാത്രയിൽ എവിടെയൊക്കെ വെച്ച് ഞാൻ എൻ്റെ കാര്യമൊക്കെ വിട്ടുപോയി. ഞാൻ ആരാണ്, എന്താണ്, എങ്ങനെ വന്നു, എന്ത് വന്നു എന്നുള്ളതല്ല, ഈ സ്ഥലങ്ങളിങ്ങനെ കണ്ട് അതാണ് ഈ യാത്ര നമുക്ക് തരുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വീണ്ടും മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ട് എൻ്റെ ബൈക്കിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് എനിക്ക് വീണ്ടും കൂടുതൽ ടെൻഷൻ തോന്നി തുടങ്ങിയത് ഇവിടെ വെച്ചൊരു ചെറിയ വളവ് തിരിഞ്ഞപ്പോഴാണ്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ, അതായത് പൊട്ടിപ്പൊളിയലുകളൊന്നും ഇല്ലാത്ത റോഡിലും വണ്ടി സ്കിഡാവുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും ഒരു ടയർ കട കണ്ടാൽ അവിടെ കയറി നമ്മൾ ഉറപ്പായിട്ടും ഈ ടയർ മാറ്റണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തു. പക്ഷേ ഞായറാഴ്ച ദിവസം ആരാണ് ഒരു കാര്യമില്ലാതെ ഈ മലയുടെ മുകളിൽ ടയർ കട തുറന്നു വെച്ചിരിക്കാൻ പോകുന്നത്? എന്തായാലും ആ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയി ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് പറ്റുന്നത് പോലെ സൈഡ് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ, ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിച്ചിട്ട്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് ശരിക്കും കൺഫ്യൂഷനായി. ഇതിപ്പോൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? എന്നിട്ട് ഒരു വഴി ഗൂഗിൾ മാപ്പ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോയി. പക്ഷേ കുറേ ദൂരം ഫ്രണ്ടിലേക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചതേ അങ്ങോട്ട് പോകാനല്ല, ഇങ്ങോട്ട് പോകാനാണെന്ന്. പിന്നെ വഴി നേരെ തിരിച്ച് വീണ്ടും കറക്റ്റ് റൂട്ടിലേക്ക് കയറി. ആക്ച്വലി ഈ യാത്രയിൽ ഞാൻ പോലും തിരിച്ചറിയാതിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഏകദേശം 2-2.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും നേരം ബൈക്ക് ഓടിക്കുന്നത്. സാധാരണ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു 2 മണിക്കൂറൊക്കെ 200 കിലോമീറ്റർ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെയൊക്കെയുള്ള ദൂരം ഞാൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു ദിവസം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഇത് വല്ലാത്തൊരു യാത്രയായിരുന്നു. ഇത്രയും നേരം ഈ യാത്ര അവസാനിക്കുന്നത് ഏകദേശം വെളുപ്പിന് 1 മണി 2 മണി സമയത്താണ് എന്നുകൂടി ആലോചിക്കണം കേട്ടോ. ഈ സമയമൊക്കെ ആയപ്പോൾ, അതായത് ഒരു 11-12 മണി ആയപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ല ക്ഷീണവും നടുവേനയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഡീവിയേഷൻ ഞങ്ങൾ തീരുമാനിച്ചു. സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ ഞങ്ങൾ വാൽപ്പാറ കയറാതെ പോകാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു വാൽപ്പാറയിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് പോകാമെന്ന്. അങ്ങനെ വാൽപ്പാറ ഡയറക്ഷനിൽ പോയി അവിടെ ചെന്നൊരു ഹോട്ടലിൽ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച് അവിടുന്ന് പതുക്കെ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങാൻ നേരം ആയപ്പോഴേക്കും ഒരുപാട് പിള്ളേർ സെറ്റ് വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവൻ്റെ വണ്ടി നോക്കുന്നുണ്ട്. അപാര ലുക്കാണ് ആ വണ്ടിയുടെ റിവ്യൂ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പൊള്ളാച്ചി റൂട്ടിലേക്കുള്ള യാത്രയിലാണ്.
ആ യാത്ര അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വളരെ രസമുള്ളൊരു കാഴ്ച കണ്ടത്. ഈ തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന അവരുടെ ഒരു വീടും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് ഒരു താഴ്വാരത്തിൽ അതിൻ്റെ നിറവും അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ റൂട്ടൊന്ന് പോകാം എന്നവൻ പറഞ്ഞു. സംഭവം കൊള്ളാം, നല്ല രസമുള്ളൊരു കാര്യമാണല്ലോ. പിന്നെ നമ്മളെന്തായാലും ബൈക്ക് ഓടിക്കാനാണ് വന്നിരിക്കുന്നത്, അതിപ്പോൾ കുറച്ച് കൂടുതൽ നേരം ഓടിച്ചു എന്ന് വെച്ചിട്ട് അല്ലേ. ഒരു സിംഗിൾ പ്രോസസ്സാണുള്ളത്. എന്തായാലും ഞങ്ങൾ അവിടെ വെച്ച് ചെറിയൊരു ഡീവിയേഷൻ എടുത്തു. ആ വഴി കുറച്ച് ദൂരം പോയി നോക്കി. ആ വഴി കയറിയപ്പോഴേ മനസ്സിലായി ഇതൊരു ഇത്ര സുന്ദരമായിട്ടുള്ളൊരു പരിപാടിയായിരിക്കുമെന്ന്. പക്ഷേ കുറച്ച് ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതൊരു പ്രൈവറ്റ് പാർട്ടിയുടെയാണ്. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി വരികയും വേണം. അപ്പോൾ അതിന് ആളൊന്നൊക്കെ 100 രൂപയായിരുന്നു തോന്നുന്നു. അപ്പോൾ അത്രയും പൈസയൊക്കെ കൊടുത്തു. ഞങ്ങൾ കയറി ഡ്രൈവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ മനോഹാരിതയുടെ കൂടെ ഇത് കുറച്ച് ഡേഞ്ചറുമാണ്. കാരണം വളവുകൾ വളരെ നാരോ ആയിട്ടുള്ള റോഡുമാണ്. അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ എല്ലാവരും ഒന്നും ഹോൺ അടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഹോൺ അടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു രസമാണെന്നറിയോ. എന്നുവെച്ചാൽ ആ ആകാശത്തിൻ്റെ നീലയും ഭൂമിയുടെ പച്ചപ്പും അതൊക്കെ ചേർന്നുകൊണ്ട് സംഭവം ഒരു രക്ഷയില്ലാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു. എന്തായാലും ആ കാഴ്ച മുഴുവൻ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരുന്നു. മുകളിൽ എവിടെയോ ആനയെ കാണാൻ പറ്റുമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആനയെ കാണാമെന്ന് വിചാരിച്ച് നിന്ന് അവിടെ ഒരു വാച്ച് ടവർ പോലൊരു സംഭവം, ഞങ്ങൾ അവിടെ കയറി നിന്ന് കുറച്ച് വീഡിയോയും പരിപാടികളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഒരു സൈഡിൽ നോക്കിയപ്പോൾ ആനയെ കാണാനൊക്കെ പറ്റി. പക്ഷെ ഒരുപാട് ദൂരെയായിരുന്നു. വെറുതെ ആനയുടെ അടുത്ത് പോയി സർക്കസ് കാണിക്കും. കാര്യം ഞങ്ങൾ ആനയെ കാണാനല്ല ഇറങ്ങിയത്, യാത്ര ചെയ്യാനാണ് ഇറങ്ങിയത്. അപ്പോൾ ആനയുടെ അടുത്ത് പോയി റിസ്കി ഷോട്ട്സ് എടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയ വഴി തന്നെ തിരിച്ചിറങ്ങി. നമ്മൾ പൊള്ളാച്ചി റൂട്ടിലേക്ക് തിരിച്ചു കയറുകയാണ്. 40 ഹെയർ പിൻ വളവുണ്ട് എന്ന് അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയിലാണ് മറ്റൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് പിള്ളേർ പോകുന്നുണ്ടായിരുന്നു. ലോക്കലായിട്ടുള്ള ആളുകളാണ്. പലരും ഹെൽമെറ്റ് തന്നെ ഇല്ല. വണ്ടിയുടെ കണ്ടീഷനും വളരെ ശോകമാണ്. അപ്പോൾ ഫ്രണ്ടിലുള്ളൊരു വണ്ടി ബ്രേക്ക് ഇട്ടപ്പോൾ ഞാൻ ബ്രേക്ക് ഔട്ടി. അപ്പോൾ ഉടനെ എൻ്റെ പുറകിൽ എന്തോ വന്ന് ഇടിച്ചു. 2 പയ്യന്മാരായിരുന്നു. അവരുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിലേക്ക് എന്തോ ബ്ലാക്ക് സാധനമൊക്കെ തെറിച്ച് വീണു. ഞാൻ വിചാരിച്ചു, അയ്യോ എൻ്റെ വണ്ടി ഇനിയിപ്പോൾ ഓടിക്കാൻ പറ്റുമോ, ആക്സിഡൻറ്റ് ഭയങ്കര പ്രശ്നമാവോ, അവന്മാർ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ. പക്ഷെ അവരിറങ്ങി വന്ന് ആദ്യമേ പറഞ്ഞത്, ബ്രോ இந்த വണ്ടിക്ക് ബ്രേക്ക് ഇല്ല ബ്രോ എന്ന് പറഞ്ഞാൽ അവൻ തന്നെ ബ്രേക്ക് ഔട്ടി കാണിച്ചു തരികയാണ്. ഇതിന് ബ്രേക്ക് ഇല്ല, അതുകൊണ്ട് പറ്റിപ്പോയതാണെന്ന്. ഞാൻ അവരോട് ചോദിച്ചു, ഹെൽമെറ്റ് കൂടെ ഇല്ല, നിങ്ങൾ ഏൻ ഇപ്പിടി ഓട്ടറ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. അതേസമയം അവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ് ഏകദേശം പൊടിഞ്ഞു തീർന്നു. ആ അവസ്ഥയാണ്. പഴയ ബൈക്കുമാണ്, ബ്രേക്കും ഇല്ല, ഹെൽമെറ്റും ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു, ഇനി ഇത്ര ഹെയർ പിൻ വളവ് ഇറങ്ങാനുണ്ട്, ഇവരെന്ത് കണ്ടിട്ടാണ് ഓടിക്കുന്നതെന്ന്. അപ്പോൾ രഞ്ജു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട്, അവർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ ഇനി അവന്മാർ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു.
അവർ ഇറങ്ങിപ്പോയതിന് ശേഷം ഞങ്ങൾ ഈ ഹെയർ പിൻ വളവ് യാത്രകളൊക്കെ തുടങ്ങി. ഹെയർ പിൻ വളവ് ആദ്യത്തെ 1-2 എണ്ണമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു 40 എണ്ണം പെട്ടെന്ന് തീരുമെന്ന്. അങ്ങനെ ഇങ്ങനെ ഒന്നും തീർന്നില്ല. അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ ഹെയർ പിൻ വളവുകൾ തമ്മിൽ. മനോഹരമായിട്ടുള്ള കാഴ്ചകളായതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിർത്തുന്നു. അതായത് കംപ്ലീറ്റ് ആൾക്കാരും ഫോട്ടോ എടുക്കാൻ നിർത്തുന്ന വാട്ടർഫാൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഒരു ചായയും കുടിച്ച് പതുക്കെ ഇറങ്ങി. വൈകുന്നേരം നമ്മൾ ഒരുവിധം വെയിലാറി ഒരു 4-5 മണി ആയിട്ടുണ്ടാവണം ഈ ഹെയർ പിൻ വളവെല്ലാം ഇറങ്ങി തീർത്തപ്പോഴേക്കും. പക്ഷേ അത് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ ബൈക്കിൻ്റെ നമ്മുടെ ഒരു കപ്പാസിറ്റി എത്രയാണ്, ഒരു സ്റ്റാമിന എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ പൊള്ളാച്ചി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഹൈവേ ആണല്ലോ, സ്ട്രെയിറ്റ് റോഡാണ്, നമുക്ക് വേറെ ശല്യങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ അവൻ്റെ കൂടെ വിട്ടു. കാര്യം അവൻ്റെ വണ്ടി നല്ല സ്പീഡിൽ കയറും, നമ്മൾ ഒട്ടും പുറകിലാവാൻ പാടില്ലല്ലോ. അങ്ങനെ കയറി ഏതോ ഒരു പോയിന്റിൽ വെച്ച് എനിക്ക് അവനെ മിസ്സായിപ്പോയി. പിന്നെ അവനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഈ ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം, ഒരു കാർ അവിടെ ഇങ്ങനെ കാറിൽ നിന്ന് പുകയൊക്കെ വന്നിട്ട് പ്ലാസ്റ്റിക് കത്തിക്കരിഞ്ഞ പോലത്തെ മണമൊക്കെ വന്നുകൊണ്ടിരിക്കുക. സംഭവം അവർ ഈ ബ്രേക്കിട്ട് വണ്ടി ഇറക്കാൻ നോക്കി. അതായത് വണ്ടി ഓഫാക്കിയിട്ടിട്ട് എന്തോ ഇറക്കാൻ നോക്കി. അപ്പോൾ അതിൻ്റെ പേരിൽ പറ്റിയതാണ്. ഈ ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ പെട്രോൾ ലാഭിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സർക്കസ് കാണിക്കരുത് എന്ന് പറയുന്നൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും ഹെയർ പിൻ വളവ് യാത്ര സുന്ദരമായ ഒരുപാട് വിഷ്വൽസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കുറച്ചധികം വിഷ്വൽസ് കണ്ടുവെന്ന് വരും, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ യാത്രയിലെ ഏറ്റവും സുന്ദരം ഏഴാറ്റുമുഖം അതിരപ്പള്ളി വാഴച്ചാൽ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്കുള്ള റൂട്ട്, ഈ ഹെയർ പിൻ വളവുകൾ, അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. എന്തായാലും ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പൊള്ളാച്ചി എത്തി. അവിടെ താങ്ക് യു ഫോർ വിസിറ്റിംഗ് കേരള എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കവാടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുന്ദരമായിട്ടുള്ള റോഡായിരുന്നു, വെച്ച് പിടിച്ചു. ഇടയ്ക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഡ്രൈവിങ്ങിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു ത്രില്ലും കൂടി എൻജോയ് ചെയ്യണമല്ലോ. ഫുൾ സ്ലോ മോഷനിൽ പോകാൻ പറ്റില്ലല്ലോ. കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. നമ്മൾ ശരിക്കും ഒരു തമിഴ്നാടിൻ്റെ വൈബ് എന്നൊക്കെ പറയുന്നതിൻ്റെ അത് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഒരു രസം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി. അപ്പോഴേക്കും സന്ധ്യ ആയി തുടങ്ങി. വിഷ്വൽസിൻ്റെ രൂപമൊക്കെ കുറച്ചൊന്ന് മാറാൻ തുടങ്ങി. നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇടയ്ക്ക് എപ്പോഴോ ഒരു ടേൺ എടുത്തു അവൻ. അതൊരു ഗ്രാമപ്രദേശത്തു കൂടിയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ പോകുന്ന ഒരു ഷോട്ട് എനിക്ക് കിട്ടിയത് അത് ഭയങ്കര രസമായിരുന്നു. കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ ആയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം അവൻ പാസ് ചെയ്തു പോയ വഴിയിലേക്ക് ഞാൻ കയറുമ്പോൾ പെട്ടെന്നൊരു മയിൽ റോഡ് ക്രോസ് ചെയ്ത് പറന്നു പോകുന്നു. അയ്യോ, അതൊരു അപാര കാഴ്ചയായിരുന്നു. നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനത് കണ്ടത് ഭയങ്കര രസമായിട്ടാണ്. എന്തായാലും കുറച്ച് ഓഫ് റോഡിംഗ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെയൊക്കെ പോയി അങ്ങനെ മുന്നോട്ട് പോയി. നല്ല രസമായിരുന്നേ. അതായത് പശുക്കളും ഒക്കെ ആയിട്ടുള്ള
അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ബൈക്ക് ഓടിച്ച് പോകുന്നതിൻ്റെ. അപ്പോൾ ഇടയ്ക്ക് പശുക്കൾ വന്ന് ഞാനൊന്ന് സ്ലോ ആയപ്പോഴേക്കും എനിക്ക് അവനെ ഏതോ ഒരു നാട്ടുവഴിയിൽ വെച്ച് മിസ്സായിപ്പോയി. പിന്നെ അവൻ സ്ഥലമൊക്കെ പറഞ്ഞു തന്ന് ഏകദേശം ഒരു ഊഹമൊക്കെ വെച്ച് പോയി. അങ്ങനെ അവനെ കണ്ടുമുട്ടി വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. റോഡിൻ്റെയും വഴിയുടെയും പിന്നെ കാഴ്ചകളുടെയൊക്കെ സൗന്ദര്യം കൂടിയിട്ടേ ഉള്ളൂ. ഇരുട്ടാവും തോറും സൗന്ദര്യം കൂടിക്കൂടി വരുന്നു. ഇതെവിടെയാണ് സ്ഥലം എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിട്ടുപോയി എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും കുറേ ദൂരം മുന്നോട്ട് പോയി ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഇനി അങ്ങോട്ട് നമ്മൾ പാലക്കാടേക്ക് കയറുകയാണ് എന്നവൻ എന്നോട് പറഞ്ഞു. ഏകദേശം ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ രണ്ടാമത്തെ മെമ്മറി കാർഡും ഫുള്ളായിപ്പോയി. അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, മുഴുവനും വാരി വലിച്ച് ഷൂട്ട് ചെയ്യാൻ നിൽക്കരുത്, കുറച്ച് സൂക്ഷിച്ചൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. എന്തായാലും ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്ന് ആ യാത്രയിലാണ് മൂന്നാമത്തെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആ ആക്സിഡൻ്റ് ഒരു വല്ലാത്ത ആക്സിഡൻ്റ് എന്ന് വേണം പറയാൻ. നല്ല മഴ പെയ്യാൻ തുടങ്ങി. പാലക്കാട് കയറി കഴിഞ്ഞപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ ബക്കറ്റിന് വെള്ളം കോരി ഒഴിക്കുന്ന പോലെ അത്രയും ശക്തമായിട്ടുള്ള മഴ. പുറകിലൊരു ലോറിക്കാരൻ കുറേ നേരമായി ഹോൺ അടിക്കുന്നു. അപ്പം സൈഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ സൈഡ് കൊടുത്തു. എൻ്റെ ബാക്കിലാണ് രഞ്ജു ഉണ്ടായിരുന്നത്, അവനും സൈഡ് കൊടുത്തു. അപ്പോൾ ഈ ലോറിക്കാരൻ കയറി വന്നിട്ട് ആക്ച്വലി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ഈ ബൈക്കിൻ്റെ ഹാൻഡിലിൻ്റെ സൈഡിൽ ലോറി വന്ന് നിൽക്കുന്ന അത്രയും ക്ലോസ് ആയിട്ട് അയാൾ ചേർത്തെടുത്തു. അപ്പുറത്ത് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നിട്ടും അയാൾ അങ്ങനെ ചെയ്തു. അപ്പോൾ റോഡിൻ്റെ ഇടത്തെ സൈഡിലെന്ന് പറയുന്നത് ഒരുപാട് പുല്ലൊക്കെ വളർന്നിട്ട് ചെളിയാണ് ആക്ച്വലി. ഞാനതിൽ ചവിട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ ഒരു കണങ്കാല് വരെയൊക്കെ മുങ്ങിപ്പോവാന്ന് പറയില്ലേ, അത്രയും ആഴത്തിൽ ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചളിയിലേക്കാണ് വണ്ടി കയറിയത്, വണ്ടി പാളിയിട്ട്. അപ്പം ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടിയുടെ കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ ഞാൻ പിടിവിടുന്നതാണ് നല്ലത്. അങ്ങനെ പിടിവിട്ടു. എവിടെയൊക്കെയോ ചാടി ഓടി വണ്ടി ഏതൊക്കെയോ സൈഡിലേക്ക് പോയി. രഞ്ജു പറഞ്ഞത് ആദ്യം ലോറിയുടെ സൈഡിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. അവൻ ആദ്യം ശരിക്കും പേടിച്ചു പോയിന്നാണ്. എന്തായാലും വണ്ടി അങ്ങനെ ഒരു കാനയ്ക്കകത്തേക്ക്, എന്ന് വെച്ചാൽ ഏകദേശം എൻ്റെ അരയ്ക്കൊപ്പമോ അതിന് മുകളിലോ ആഴമുള്ള ഒരു കാനയിലേക്ക് ബൈക്ക് എടുത്തു വെച്ചതുപോലെ പോയി പാർക്കായി. ഞാൻ അതിൻ്റെ മുകളിലേക്കാണ് ചെന്ന് വീണത്. എനിക്ക് പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റിയില്ല. മുട്ട എഡ്ജിൽ എവിടെയോ തട്ടിയതിൻ്റെ ചെറിയൊരു നീരുവീഴ്ച പോലെയോ അല്ലെങ്കിൽ ഒരു മുഴ പോലെയോ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അത് പിന്നെ പോയി. എന്നാലും ഞാനും ബൈക്കും സേഫായിരുന്നു. അപ്പോൾ അതിലേ പോയ ഓട്ടോറിക്ഷയിൽ പോയ 2 പേര്, അവരോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ടെന്ന് പറയണം. കാര്യം ഇനി എന്ത് ചെയ്യും? നാളെ ഇനി നേരം വിളിച്ചിട്ടല്ലേ നമുക്ക് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വരണം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും റൂം കിട്ടുമോ നോക്കണം, പോലീസുകാരെ വിളിക്കണം, എന്തൊക്കെ ടെൻഷൻ അടിച്ചു എന്നറിയാം. അപ്പോൾ അതിലേ പോയി 2 ഓട്ടോക്കാർ പയ്യന്മാർ വന്ന് വണ്ടി പൊക്കി വെച്ച് തന്നു റോഡിലേക്ക്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 168 കിലോ വെയിറ്റുള്ള ഒരു വണ്ടി അവർ 2 പേരും കൂടി പൊക്കി തന്നു. കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും അവർ ചെയ്തു തന്നു. അത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. സ്ക്രാച്ച് പോലും കാണുന്നില്ല വണ്ടിയിൽ. ഫുൾ ലൈറ്റ് അടിച്ച് നോക്കി, മഴയാണ് എങ്കിൽ പോലും. ടോർച്ചൊക്കെ അടിച്ച് ചുറ്റും നോക്കി, ഒരു കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഓടിച്ചുകൊണ്ട് പോവാം എന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പാലക്കാട് നിന്ന് എറണാകുളം വരെ ഓടിച്ചുകൊണ്ട് വന്നു. പക്ഷേ വണ്ടി നല്ലോണം പാളുന്നുണ്ടായിരുന്നു. ഇനി വീണതിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്നും അറിയില്ലല്ലോ. എന്തായാലും അങ്ങനെ ഒരുപാട് സൂക്ഷിച്ച് നല്ലോണം സമയമെടുത്ത് ഏകദേശം 9:30 സമയത്താണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഞങ്ങൾ ഏകദേശം 1 മണി 2 മണിയായി എറണാകുളം എത്തുമ്പോൾ. അത്രയും സ്ലോയിൽ നിർത്തി ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് ഓടിച്ച് വന്നത്. അവസാനത്തെ ആക്സിഡൻറ്റ് നല്ലോണം പേടിപ്പിച്ചു എന്നുള്ള കാര്യം ഒഴിച്ചാൽ ഞാൻ ഇനിയും യാത്ര ചെയ്യും. എനിക്കിനിയും ഇതുപോലെ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം. ഇത് കുറേ ആൾക്കാർ കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതാണ് ഞാൻ 5 മണിക്കൂറിൻ്റെ മുഴുവൻ വീഡിയോ ക്ലിപ്പ് ഒരുപോലെ വലിച്ചിട്ടത്. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടണമെന്ന്. അങ്ങനെ ഇതൊരു ചെറിയ ട്രാവലോഗ് ആയിട്ടിടുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ആ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് നമുക്ക് ഇനിയുള്ള യാത്രകൾ സംഭവിക്കുക. ഇനിയുള്ള യാത്രകളിൽ പോകുമ്പോൾ അറിയാമല്ലോ, കുറച്ചുകൂടി ബെറ്റർ വിഷ്വൽ കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ക്യാമറയിലേക്ക് മാറണം, ആൻഡ് കുറച്ചും കൂടി ബെറ്റർ ഒരു ബൈക്കിലേക്ക് മാറണം, സേഫ്റ്റി ഗിയേഴ്സ് സംഘടിപ്പിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.